പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 നാച്ചുറൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഇന്ന് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 21ാമത്തത് വൈറസ് അണുബാധയോടനുബന്ധിച്ച് സസ്തനികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിവൈറൽ ഘടകങ്ങളാണ് ഇൻ്റർഫെറോൺ. ചീസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അണുജീവിയാണ് എ ആൻഡ് ബി, സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ലാക്ടോബാസിലസ്. റൈസോപ്പസ് ലൈംഗിക പ്രത്യുൽപാദന വേളയിൽ ഏത് തരം ഗ്യാമറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഐസോഗ്യാമറ്റ്. ലൈക്കനുകളിൽ സാധാരണയായി കാണപ്പെടുന്ന പായൽ അല്ലെങ്കിൽ ആൽഗ വർഗം ഏതാണ്? ഹരിത ആൽഗ. കുമിൾനാശിനിയായ ബോഡോക്സ് മിശ്രിതത്തിലെ ബോഡോക്സ് എന്തിനെ കുറിക്കുന്നു? സ്ഥൂലനാമം. സസ്യങ്ങളിൽ അണുബാധ മൂലം പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ഫൈറ്റോ അലക്സിൻ. ബ്രയോഫൈറ്റുകളെ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് വിളിക്കാനുള്ള കാരണം ലൈംഗിക ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം ആവശ്യമായിട്ടുള്ളതിനാൽ. ഫ്യുനേറിയയിൽ ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് ക്യാപ്സുൽ രൂപത്തിലാണ്. സെലാജിനെല്ലയുടെ ഭ്രൂണത്തിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? 2. ആക്ടിനോസ്റ്റീൽ എന്തിൻ്റെ പരിണാമമാണ്? പ്രോട്ടോസ്റ്റീൽ. സാഗോപം എന്നറിയപ്പെടുന്നത് ഈന്ത്. നഗ്നബീജ സസ്യങ്ങളിലെ ഫ്ലോയം സപുഷ്പികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് കമ്പാനിയൻ കോശങ്ങളുടെ അഭാവം. സസ്യലോകത്തിൽ ജീവിക്കുന്ന ഫോസിലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാലാനുസൃത പരിണാമത്തിന് വിധേയമാകാത്തത്. ഭൂമുഖത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള സസ്യ ഫോസിലുകളിൽ കൂടുതൽ എണ്ണം ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണ്? ഇംപ്രഷൻ. കുക്കർബിറ്റേസി സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സൈനാൻഡ്രസ്. ചക്കച്ചുള സസ്യശാസ്ത്രപരമായി എന്താണ്? ദളവിദളങ്ങൾ. സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട് ബെന്തം, ഹുക്കർ എന്നീ ശാസ്ത്രജ്ഞന്മാർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ജനേറ പ്ലാന്റേറം. എപ്പിഗൈനസ് അണ്ഡാശയം താഴെ പറയുന്നവയിൽ ഏത് സസ്യകുടുംബത്തിലാണ് കാണപ്പെടുന്നത്? എ ആൻഡ് ബി, അസ്റ്ററേസിയം റൂബിയേസിയം. ഇന്ത്യൻ റബ്ബർ മരം എന്ന് വിശേഷിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഫൈക്കസ് ഇലാസ്റ്റിക്ക. കേരളത്തിൽ മരച്ചീനി ഒരു ഭക്ഷ്യവിളയായി ആദ്യം പരിചയപ്പെടുത്തിയത് ആര്? ശ്രീ വിശാഖം തിരുനാൾ. സസ്യകോശ ഭിത്തിയിലെ മിഡിൽ ലാമെല്ലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുമൂലകം? ബി ആൻഡ് സി. ബി കാൽസ്യം, സി മഗ്നീഷ്യം. സംവഹന കലകൾ അതായത് സൈലവും ഫ്ലോയവും ഏത് തരം കോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു? പ്ലീറോം. സപുഷ്പികളെ പോഷണകലയായ എൻഡോസ്പെം ക്രോമോസോം സംഖ്യയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ട്രിപ്ലോയിഡ്. ബീജസങ്കലനം നടക്കാത്ത അണ്ഡത്തിൽ നിന്നും ഭ്രൂണം രൂപപ്പെടുന്ന പ്രക്രിയയാണ് പാർത്തനോകാർപ്പി. ഒരു സസ്യത്തിലെ 2 പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണമാണ് ജൈറ്റനോഗാമി. തെരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ സിലക്ഷൻ എന്ന വിളനശീകരണ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ ആൻഡ് ബി ആണ്. ഏറ്റവും പ്രാചീനമായ വിളനശീകരണ പദ്ധതിയാണ് സെലക്ഷൻ. 2 തരത്തിലുള്ള ജനിതക മാറ്റങ്ങളും വിളയിൽ ഉണ്ടാകുന്നില്ല. മനുഷ്യൻ കൃത്രിമ സങ്കരവൽക്കരണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ധാന്യവിള ട്രിറ്റിക്കേൽ. സസ്യങ്ങൾ ധാതുക്കൾ ആഗിരണം ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് അവസ്ഥയിലൂടെയാണ്? അയോൺ. സസ്യങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലം വിഘടിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഉള്ള ഏതു പ്രകാശ സംശ്ലേഷണ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ്? P680. നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് സസ്യങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? ലെഗ് ഹീമോഗ്ലോബിൻ. കൊഴുപ്പിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് കോശാംഗത്തിൽ വച്ചാണ്?
എ ആൻഡ് ബി, മൈറ്റോകോൺട്രിയ ആൻഡ് ഗ്ലയോസിസോം. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് DNA ഇരട്ടിക്കൽ. കോശസിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരാത്ത ജീവവിഭാഗമാണ് വൈറസ്. കോശചക്രത്തിന്റെ ശരിയായ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? G1S G2M. മനുഷ്യരിൽ ഹീമോഫീലിയയ്ക്ക് കാരണമാകുന്ന ജീൻ X ക്രോമസോമുകളിലാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. ഹർ ഗോവിന്ദ് ഖുറാന പരീക്ഷണശാലയിൽ കൃത്രിമമായി സമന്വയിപ്പിച്ചത് ജീൻ. പ്രോട്ടോസെൽ രൂപീകരണത്തിന് താഴെ പറയുന്നവയിൽ സാധ്യമായ ക്രമം കണ്ടെത്തുക. A and B ആണ് ആൻസർ. അജൈവ വാതകം, അമിനോ അമ്ലങ്ങൾ, മാംസ്യം, മൈക്രോസ്ഫിയർ. ബി. അജൈവ വാതകം, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് അമ്ലങ്ങൾ, ജീനുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്ന അപൂർവ മരത്തിന്റെ സംരക്ഷണത്തിനായി കേരളത്തിലുള്ള വന്യജീവി സങ്കേതമാണ് സെന്തരുണി. പരീക്ഷണശാലകളിൽ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവിനുള്ളിലെ ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ. പ്രകൃതിയുടെ സ്വന്തം ജനറ്റിക് എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്ന സൂക്ഷ്മാണു അഗ്രോബാക്ടീരിയം. നിമറ്റോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നത് നിഡേറിയയിൽ. പ്ലനേറിയ ഉൾപ്പെടുന്ന ക്ലാസ് ടെർബുലേറിയ. ഫാസിയോളയുടെ ജീവിതചക്രത്തിൽ ഇല്ലാത്തത് ഇമാഗോ. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം വിറ്റാമിൻ B12 കുറവ്. കോശവിഭജനത്തിൽ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്ന സമയം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പാക്കിനേമ. മാംസ്യത്തിനെ പ്രവർത്തനക്ഷമമായി മാറ്റുന്നതിന് സഹായിക്കുന്ന മാംസ്യത്തിനെ ഡാഷ് എന്ന് പറയുന്നു. ചാപ്രോൺസ്. മനുഷ്യരിൽ SRY ജീനുകളിൽ കാണപ്പെടുന്നത് ക്രോമസോം Y. മനുഷ്യരിൽ SRY ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോം Yയിൽ. ICOR1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടുപിടിക്കുക. ICOR1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് കണ്ടുപിടിക്കുക. GAATTC CTTAAG ഇതാണ് അതിൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ്. ഡൈഡിഓക്സി DNA സീക്വൻസിംഗ് രീതി വികസിപ്പിച്ചത് ഫ്രെഡ് സാംഗർ. വെർണിക്സ് ഏരിയ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? ടെമ്പറൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം മാത്രമാണ് ശരി. ഒന്നാമത്തത് കലകളിൽ ഓക്സിജന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. മൂന്നാമത്തത് ഹീമോസയാനിൻ ഒരു കോപ്പർ അടങ്ങിയ വർണ്ണവസ്തുവാണ്. അടുത്തത് EEGയിലെ തരംഗങ്ങളുടെ എണ്ണം 4. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ DNA ഡാഷ് ആകൃതിയിലാണ്, സർക്കുലാർ. G പ്രോട്ടീനിലെ ആൽഫ ഘടകം പ്രവർത്തനക്ഷമമാകുന്നത് GTPയുമായി ബന്ധിക്കുമ്പോൾ. പ്ലാസ്മ സ്വരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിർദ്ദേശിച്ചവര് സിംഗറും നിക്കോൾസണും 1972. സസ്തനികളിലെ റൈബോസോമിലെ 60S സബ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് 28S RNAയും 5.8S RNAയും 5S RNAയും 49 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്നാണ്. ഒന്നുകൂടിയും പറയാം. 28S RNAയും rRNAയും 5.8S rRNAയും 5S rRNAയും 49 റൈബോസോമൽ പ്രോട്ടീനുകളും ചേർന്നാണ്. ഒരു ഇൻഡ്യൂസിബിൾ ഓപ്പറോണിന് ഉദാഹരണം. ഉദാഹരണം ലാക് ഓപ്പറോൺ.
കോൺജുഗേറ്റീവ് പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്നത് എഫ് പ്ലാസ്മിഡ്. എഡ്വേർഡ് സിൻഡ്രോം ക്രോമസോം നമ്പർ 18 ട്രൈസോമി മൂലമാണ് ഉണ്ടാകുന്നത്. എഡ്വേർഡ് സിൻഡ്രോം ക്രോമസോം നമ്പർ 18 ട്രൈസോമി മൂലമാണ് ഉണ്ടാകുന്നത്. സയോനിസിസ് എന്നത് സയനോസിസ് എന്നത് ചർമ്മം നീല നിറമാകുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്ലൈക്കോലിപ്പിഡുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റോപ്പ് കോഡോൺ അല്ലാത്തത്. AUG. എ രക്തഗ്രൂപ്പുള്ള ഒരു പുരുഷൻ B രക്തഗ്രൂപ്പുള്ള സ്ത്രീയെ വിവാഹം ചെയ്തു. അവരുടെ ആദ്യ കുഞ്ഞിന്റെ രക്തഗ്രൂപ്പ് O ആയിരുന്നു. എന്നാൽ ഈ ദമ്പതികൾക്ക് ജനിക്കാവുന്ന A ഗ്രൂപ്പ് രക്തത്തിലുള്ള കുട്ടികളുടെ സാധ്യത ശതമാനത്തിൽ കണക്കാക്കുക. 25%. ബൻഡിൽ ഓഫ് ഹിസ് എന്നത് AV നോഡിൽ നിന്നും തുടങ്ങുന്നതാണ്. ആന്റിജൻ ആന്റിബോഡി പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഏത്? ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഏത്? വെസ്റ്റേൺ ബ്ലോട്ടിംഗ്. മ്യൂട്ടേഷന്റെ ഫലമായി ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗം. മ്യൂട്ടേഷന്റെ ഫലമായി ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗമാണ് അൽകാപ്റ്റോന്യൂറിയ. ടാക് പോളിമറൈസ് വേർതിരിച്ചെടുക്കുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്ന്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഭാഗമായി കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം ഇവയൊന്നുമല്ല. AZT എന്ന മരുന്ന് HIV-ക്കെതിരെ ഉപയോഗിക്കാനായി FDA അനുമതി നൽകിയ ആദ്യ മരുന്ന്. ഓഗ്മെന്റേഷൻ എന്നത് ട്യൂബുലാർ സെക്രീഷൻ. ആന്റിജനുകളിലെ ഡാഷ് ഭാഗങ്ങളാണ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്. പേശികളിലെ സർക്കോമിയർ ഭാഗം 2 Z ലൈനുകളുടെ ഇടയിലുള്ള ഭാഗം. അഡിസൺസ് രോഗത്തിന് കാരണം ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ അളവ് കുറയുന്നത് മൂലം. അഡിസൺസ് രോഗത്തിന്റെ കാരണം ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ അളവ് കുറയുന്നത് മൂലം. ടൈപ്പ് 1 അക്യൂട്ട് അലർജിയുമായി ബന്ധപ്പെട്ടത് ഏത്? ടൈപ്പ് 1 അക്യൂട്ട് അലർജിയുമായി ബന്ധപ്പെട്ടത് IgE. കൂട്ടത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന സെററ്റോളജി കോശങ്ങളാണ് പുരുഷ ഹോർമോൺ പുറപ്പെടുവിക്കുന്നത്. അതാണ് ശരിയല്ലാത്തത്. ഇന്ത്യ ഉൾപ്പെടുന്ന സൂചിയോഗ്രഫിക്കൽ റെലം ഏത്? ഓറിയന്റൽ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡാർവിൻ ഫിഞ്ചുകൾ അഡാപ്റ്റീവ് റേഡിയേഷന് ഉദാഹരണമാണ്. ക്യുമുലസ് ഊഫോറസ് കാണപ്പെടുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിലാണ്. ലാൻഡ്സെലറ്റ് എന്നറിയപ്പെടുന്ന ജീവി ഉൾപ്പെടുന്ന വിഭാഗം. ലാൻഡ്സ്ലൈറ്റ് എന്നറിയപ്പെടുന്ന ജീവി ഉൾപ്പെടുന്ന വിഭാഗമാണ് സെഫലോകോഡേറ്റ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആംഫിമിസിസ് എന്നത് പുരുഷ പ്രോന്യൂക്ലിയസും സ്ത്രീ പ്രോന്യൂക്ലിയസും തമ്മിൽ സംയോജിക്കുന്നത്.
ആംഫിമിക്സ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പുരുഷ പ്രോന്യൂക്ലിയസും സ്ത്രീ പ്രോന്യൂക്ലിയസും തമ്മിൽ സംയോജിക്കുന്നത് ആണ്. ഇതോടെ നാച്ചുറൽ സയൻസിൻ്റെ 100 ക്വസ്റ്റ്യനും തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻസുമായി വേഗം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.